നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ ശക്തമായ തലത്തിൽ വർഷങ്ങളായി നടന്നു വരികയാണ്. നിലവിലുള്ള 22 വാർഡുകളിലും വ്യവസ്ഥാപിതമായി തന്നെ അയൽക്കൂട്ടങ്ങളും ADSും അതേപോലെ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള CDSും എണ്ണയിട്ട യന്ത്രം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി 2013-14 വർഷമാകുന്നതോടുകൂടി ഏറ്റവും മികച്ച തരത്തിൽ ഞാൻ അവകാശപ്പെടുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല CDSായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് CDSന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ കുടുംബശ്രീ സംവിധാനം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം യാഥാർത്ഥ്യമാക്കി അത് ജനങ്ങളിലെത്തിക്കാനും സ്ത്രീജനങ്ങളുടെ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഉതകത്തക്ക രീതിയിൽ സംരംഭങ്ങൾ, സൂക്ഷ്മ സംരംഭങ്ങൾ, മറ്റ് തൊഴിൽ സംരംഭങ്ങൾ ഇതെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തിക്കാനും സമ്പൂർണ്ണമായി കുടുംബശ്രീയുടെ ലക്ഷ്യം കൈവരിക്കാനും ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അത് ഡോക്യുമെൻ്ററിയിലൂടെ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി CDS ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയാണ്. വളരെ ശ്ലാഘനീയമായ ഒരു ചുമതലയാണ് CDS ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. CDS ചെയർപേഴ്സൻ്റെയും അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ പ്രവർത്തനം മറ്റ് പഞ്ചായത്തുകളിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ജനങ്ങൾ കൂടി കണ്ട് ഈ ഒരു മാതൃക അനുകരിക്കാൻ കഴിയത്തക്ക രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സജ്ജമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കൃത്യമായും വളരെ ഭംഗിയായും കുടുംബശ്രീ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇതിൽ മുഴുകി പ്രവർത്തിക്കുന്ന മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരെയും ബന്ധപ്പെട്ടവരെയും ഈ ഡോക്യുമെൻ്ററിക്ക് തയ്യാറായിട്ടുള്ള ഈ പ്രവർത്തകരെ ഒരിക്കൽ കൂടി ആശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഡോക്യുമെൻ്ററിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് കുടുംബശ്രീ. ഇന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനം നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ശക്തവും വിപുലമാവുകയും ചെയ്ത സ്ത്രീകളുടെ കരുത്തുറ്റ സംഘടനാ സംവിധാനമായി നിലവിൽ വന്നിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും സ്ത്രീ ശാക്തീകരണത്തിലും രാജ്യത്തിനാകെ മാതൃകയായ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ആനുകൂല്യങ്ങളും ഗുണഫലങ്ങളും പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുക എന്നതാണ് നാദാപുരം CDSൻ്റെ ലക്ഷ്യം. 2001 നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സംരംഭമായാലും സംഘകൃഷിയായാലും മറ്റുള്ള പ്രവർത്തനങ്ങളായാലും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി നാദാപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാദാപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഈ അടുത്ത 3 വർഷ കാലയളവിൽ തന്നെ വളരെ നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ രംഗത്ത് സ്ത്രീ പദവി ഉയർത്തുന്നതിന് വേണ്ടി ഇന്ന് സമൂഹത്തിൽ സ്ത്രീകളും കുട്ടികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് ഇടപെടാനും നിർഭയ പദ്ധതി പഞ്ചായത്ത് ബോർഡിൽ അംഗീകരിപ്പിക്കാനും അത് കുടുംബശ്രീ ജില്ലാ മിഷന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നെ ജെൻഡർ കോർണറുകൾ, അതുപോലെ തന്നെ CDS തല സപ്പോർട്ടിംഗ് ടീം, ADS തല സപ്പോർട്ടിംഗ് ടീം, വാർഡ് തല സപ്പോർട്ട് ടീമുകൾ രൂപീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഇവർ നാദാപുരത്തിനെ മാലിന്യ മുക്തമാക്കുന്ന കുടുംബിനികൾ. 20 കുടുംബശ്രീ പ്രവർത്തകർ നാദാപുരം കല്ലാച്ചി ടൗണുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് വളമാക്കി മാറ്റുന്നു. ശ്രദ്ധേയമായ ഈ പ്രവർത്തനം നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് ദേശീയ തലത്തിലും കേരളത്തിൽ തന്നെയും ശ്രദ്ധേയമായ മാതൃകയാവുകയാണ്. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെയും നാദാപുരം ഗ്രാമപഞ്ചായത്ത് CDSന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിട്ടയായും ശാസ്ത്രീയ രീതിയിലും കൂൺ കൃഷി ചെയ്യുന്നു. സാധാരണക്കാരൻ്റെ ആരോഗ്യ വിഭവമായും സമ്പന്നൻ്റെ തീന്മേശയിലെ ആകർഷണ ഭക്ഷണവുമായി ഈ കൂൺ വിപണന രംഗത്തെ നേട്ടം മുൻനിർത്തിയാണ് ഈ സ്ത്രീകൾ ഇത്തരമൊരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നാദാപുരത്തുകാരുടെ ഭക്ഷണത്തിലെ പ്രഥമ ഇനമാണ് കോഴി ഇറച്ചിക്കറി. കോഴി വളർത്തൽ യൂണിറ്റ് ഉണ്ടാക്കിയും ഈ 10 സ്ത്രീകൾ കുടുംബശ്രീ നൽകിയ സബ്സിഡി തുകയും സ്വന്തമായുള്ള മുതൽ മുടക്കും വഴിയാണ് ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടം കോഴിയിറച്ചി പ്രാദേശിക വിൽപ്പനയാണ് ലക്ഷ്യമിട്ടത്. രണ്ടാം ഘട്ടമായി ഇറച്ചി ശാസ്ത്രീയമായി സംസ്കരിച്ച് കുടുംബശ്രീ ഉൽപ്പന്നമാക്കി കയറ്റി വിദേശത്തേക്ക് അയക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗ്രാമീണ സ്ത്രീകൾ. ആടുവളർത്തൽ ഉപജീവനമാക്കിയവർ. കുടുംബശ്രീയുടെ സഹായത്തോടെ 12 വനിതകളുള്ള ഗ്രൂപ്പുകളുണ്ടാക്കി ചെറുകിട സംരംഭത്തിൻ്റെ ഉത്തമ മാതൃകയായി ആടുഗ്രാമം സ്വപ്നം കണ്ട് ഇവർ ആടുകളെ വളർത്തുന്നു. നാദാപുരത്ത് ഇത്തരം 24ഓളം ഗ്രൂപ്പുകൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ആടു വളർത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്നു. നിങ്ങളുടെ സംരംഭത്തിൻ്റെ പേരെന്നാ? ഉദയ. എങ്ങനെയാണ് ഇത് മാർക്കറ്റിലെത്തിക്കുക? നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിൽ അത് ആളെയും കൂട്ടി കടയിൽ പോയിട്ട് സാധനം എത്തിച്ച് അതിൻ്റെ പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാം. ഞങ്ങൾ സാധനം കൊടുത്താൽ ഒരു സാധനത്തിന് ഇത്ര വില എന്ന് പറയുമ്പോൾ അതിന് 2 രൂപ പരിശോധന 100-ന് 2 രൂപയായിട്ട് എന്നിട്ടാണ് ഞങ്ങൾ സാധനം കൊടുക്കുന്നത്. ആഴ്ചക്ക് കളക്ഷൻ പോകും. പോകുന്ന ആൾക്ക് ഒരു വീട്ടിന് 10 രൂപയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ കുടുംബശ്രീൻ്റെ? ഞങ്ങളുടെ പിന്നെ ഇപ്പോൾ 1 ലക്ഷം രൂപ ലിങ്കേജ് വായ്പ എടുത്ത് അതും ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നു. 4 ലക്ഷത്തിൻ്റെ മേലെ കച്ചവടം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ നൂലുകൾ കൂട്ടിയോജിപ്പിക്കുന്നത് ഇവരുടെ ജീവിതം. കുടുംബശ്രീ നൽകിയ സബ്സിഡിയുടെ ചുവടുപിടിച്ച് ജീവിതത്തിൻ്റെ പച്ചപ്പ് തേടിയവരാണിവർ. സ്കൂൾ യൂണിഫോം തുടങ്ങി വിവാഹ വസ്ത്രങ്ങൾ വരെ ഇവരുടെ അധ്വാനത്തിലൂടെ ഉരുത്തിരിയുന്നു. ദാരിദ്ര്യത്തിൻ്റെ കയത്തിൽ നിന്നും കരകയറ്റിയ കുടുംബശ്രീയെ എന്നും ആദരവോടെ നോക്കിക്കാണാനേ ഇവർക്കാവൂ. നാദാപുരത്തുകാരുടെ വിശപ്പടക്കാനും കുടുംബസ്ത്രീകൾ. 10 വനിതകളടങ്ങിയ നാദാപുരത്തെ കുമ്മങ്കോട് ഗ്രാമത്തിൻ്റെ വിശപ്പടക്കുന്നതോടൊപ്പം സ്വന്തം ഉപജീവനത്തിനും ഇവർ ഹോട്ടൽ ജോലിയെ ആശ്രയിക്കുന്നു. ഈ ഭക്ഷണശാലയിലെ രുചി തേടി ദൂരദേശത്ത് നിന്നും ആളുകളെത്തുന്നു. കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ജോലി ചെയ്യുന്ന ഇവർ അയൽക്കൂട്ട യോഗങ്ങൾക്കും ഈ ഭക്ഷണശാലയെ വേദിയാക്കുന്നു. വനിതാ കൂട്ടായ്മയുടെ വിളസമൃദ്ധി. കൂട്ടായ്മയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷം തീണ്ടാത്ത പഴങ്ങൾക്കും പച്ചക്കറികൾക്കും കിഴങ്ങുവർഗ വിളകൾക്കും ഇന്ന് വിപണിയിൽ പ്രിയമേറി വരികയാണ്. ഈ സാഹചര്യം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി നാദാപുരത്തിൻ്റെ അഭിമാനമായി മാറിയ സ്ത്രീകളാണിവർ. നിങ്ങൾ എത്ര വർഷമായി കുടുംബശ്രീയിൽ വന്നിട്ട്? 10 വർഷമായി. കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണോ ഇത് ഇങ്ങനെ ഒരു തൊഴിൽ ആരംഭിക്കാൻ? കുടുംബശ്രീയിൽ വന്ന് 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ വാഴക്കൃഷി ആരംഭിച്ചു. നിങ്ങളുടെ കുടുംബശ്രീൻ്റെ പേരെന്താണ്?
ഉഷസ് കുടുംബശ്രീയിൽ എത്ര അംഗങ്ങളാണ് ഇങ്ങനെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്? 5 ആള്. 5 പേരുള്ള ഗ്രൂപ്പാണ് അല്ലേ? നിങ്ങൾക്ക് ജില്ലാ മിഷന്റെ ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ടോ? കിട്ടലുണ്ട്.